ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. നിങ്ങൾ തിരിച്ചറിയുക, മിശിഹാ തമ്പുരാൻ അതുകൊണ്ട് ഈ പരിശുദ്ധ അമ്മ അവൻ പറയുന്നത് പോലെ ചെയ്യാൻ പറയുമ്പോൾ ഈശോ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ ശുശ്രൂഷകർക്ക് സ്ഥാനമുണ്ട് എന്ന സത്യമാണ്. ഈ ശുശ്രൂഷകർക്ക് സ്ഥാനമുണ്ട്. പൗരോഹിത്യം, അതിന് തിരുസഭയിൽ സ്ഥാനമുണ്ട്. മിശിഹാ തമ്പുരാൻ 2 അധികാരങ്ങൾ വൈദികർക്ക് നൽകിയിട്ടുണ്ട്. വൈദികർക്ക് ക്രിസ്തു നൽകിയ 2 അധികാരങ്ങൾ, 2 നാണയങ്ങൾ, 2 കക്ര നൽകി എന്നാണ് പട്ടം കൊടുക്കൽ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? എന്താണ് ഈ 2 നാണയങ്ങൾ? നാണയം എന്ന് പറഞ്ഞാൽ താക്കോലാണ്. പണ്ട് കാലത്ത് ഈ നാണയത്തിൻ്റെ അറ്റം കൊതച്ചാണ് താക്കോലുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ പോലത്തെ താക്കോലുകൾ ഇല്ലാത്തതുകൊണ്ട് അന്ന് താക്കോൽ എങ്ങനെയായിരുന്നു? നാണയം വെട്ടി ഉണ്ടാക്കുന്നു താക്കോലാണ്. അതുകൊണ്ടാണ് 2 നാണയം നൽകിയെന്ന് പറഞ്ഞാൽ 2 താക്കോലുണ്ടെന്ന് പറഞ്ഞാൽ അത് അധികാരത്തെയാണ് സൂചിപ്പിക്കും, ഇല്ലേ? മരുമകൾ വരുമ്പോൾ താക്കോലെടുത്ത് അമ്മച്ചി കൊടുത്തു. ഇനിമേൽ നീയാണ് ഈ വീടിൻ്റെ സർവസ്വവും എന്ന് പറഞ്ഞു, ഇല്ലേ? എവിടെ ഇപ്പം താക്കോലൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊടുക്കാനൊന്നുമില്ല. പത്താഴം ഇല്ലാത്തതുകൊണ്ട് താക്കോലും ഇല്ല. അതുകൊണ്ട് ഒന്നുമില്ല. താക്കോല് അധികാരത്തെ സൂചിപ്പിക്കുന്നു, സത്യമാണ്. 2 താക്കോൽ ഈശോ കൊടുത്തു. 2 താക്കോലെന്ന് പറഞ്ഞാൽ സ്പെയർ കീ അല്ല. ഒരു കൊച്ചച്ഛൻ ഈയിടെ ബൈക്കിൻ്റെ താക്കോല് പോയിട്ട് വണ്ടി പോകാൻ ഇടയില്ലാതെ ഞാൻ പറയണ നിൻ്റെ പള്ളി സ്പെയർ കീ ഇല്ലേ, അത് എടുത്തുകൊണ്ട് പോയത്. സ്പെയർ കീ ഇല്ല, അതുകൂടെ ഇതിൻ്റെ കൂടെ ആയിരുന്നു. 2 ഒന്നിച്ചാണ് അവൻ കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് അതും പോയി. ഇപ്പോൾ ഒരു താക്കോലും ഇല്ലാത്ത അവസ്ഥ. അങ്ങനെ താക്കോലും കൊണ്ട് നടക്കും. സ്പെയർ കീ അല്ല, അങ്ങനത്തെ 2 താക്കോലല്ല ഈശോ കൊടുത്ത്. 2 വ്യത്യസ്ത താക്കോലുകൾ. ആ താക്കോലുകൾ ഏതൊക്കെയാണെന്നോ? ദൈവം തൻ്റെ ശുശ്രൂഷകരായ താൻ ചെയ്തവ ചെയ്യാനും താൻ പറഞ്ഞവ ലോകത്തിൻ്റെ അതിരുകളോളം അവസാനത്തോളം പറയാനുമായി അവൻ തിരഞ്ഞെടുത്ത തൻ്റെ ദാസരായ ശുശ്രൂഷകർക്ക് അവൻ കൈമാറിയ 2 താക്കോലുകൾ ഏതൊക്കെയെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം. ഏതൊക്കെയാ താക്കോല്? 1 സ്വർഗം തുറക്കാനുള്ള താക്കോൽ. സ്വർഗം തുറക്കാനുള്ളതാ ഒന്നാമത്തെ താക്കോൽ. 2ാമത്തെ താക്കോല് നരകം പൂട്ടാനുള്ള താക്കോൽ. 2 വ്യത്യസ്ത താക്കോലുകളാണ്. സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ദൈവമക്കൾക്ക് വിളിച്ചു കൊടുക്കാനുള്ള അധികാരം ദൈവം വൈദികർക്ക് കൊടുത്തു. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ അച്ഛൻ പ്രാർത്ഥിക്കുന്ന കേൾക്കുന്നുണ്ട്. ഇച്ചിരൂടെയൊക്കെ മര്യാദയ്ക്ക് പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ ആളുകൾ ചോദിക്കാറുള്ളൊരു പ്രാർത്ഥന, കർത്താവായ ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്നാ പറയുന്നത്, അല്ലേ? കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു തരണമേ എന്ന് അപേക്ഷിക്കുന്നു, താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു എന്നൊന്നും അല്ല പറയുന്നു. ഒരുതരം കൽപ്പന പോലെ പറയും. എന്താണ്? കർത്താവായ ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയും. അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഒരു ഇച്ചാൻ എന്നോട് ചോദിച്ചു, എൻ്റെ പിതാവ് അങ്ങനെയൊക്കെ പറയാമോ, ഇച്ചിരൂടെയൊക്കെ മര്യാദയ്ക്ക് പ്രാർത്ഥിക്കണ്ടേ? എന്നെ അങ്ങനെ പ്രാർത്ഥിക്കുക. അത് സ്വർഗം പുരോഹിതന് കൊടുത്ത അധികാരം അവിടെ വിനിയോഗിക്കുകയാണ്. ഇറ്റ്സ് ആൻ എക്സർസൈസിങ് ഓഫ് ദ പ്രീസ്റ്റ്ലി പവർ. പൗരോഹിത്യ അധികാരം ഈശോ വൈദികന് കൊടുത്തേക്കാണ്. എന്താണ്? സ്വർഗം തുറന്ന് പരിശുദ്ധ റൂഹാദ കുദീശാ തമ്പുരാനെ ഈ ഭൂമിയിലേക്ക് വിളിച്ചിറക്കാനുള്ള അധികാരം ദൈവം ആർക്ക് കൊടുത്തു? വൈദികന് കൊടുത്തു. ആ അധികാരമാണ് അവിടെ വിനിയോഗിക്കപ്പെടുക.
അത് ഒരധികാരം, വളരെ പ്രധാനപ്പെട്ട അധികാരം അത്. ആ അധികാരം പുരോഹിതനിലൂടെ ദൈവം ഈ ഭൂമിയിൽ നിറവേറ്റുന്നു. ആ അധികാരം ഈ ഭൂമിയെ പുണ്യമുള്ള അധികാരമാക്കി മാറ്റുന്നു. ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ താക്കോല് ദൈവം അവനെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ഭൂമിയെ ദൈവരാജ്യമാക്കി പരിവർത്തനപ്പെടുത്താൻ വേണ്ടിയാണ്. രണ്ടാമത്തെ താക്കോലും വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ താക്കോൽ എന്തായിരുന്നു? നരകത്തെ പൂട്ടാനുള്ള താക്കോൽ. അത് കീശ വെച്ചുകൊണ്ട് നടന്നാൽ പോരെ. വൈദികര് എന്ത് ചെയ്യണം? പിശാചിൻ്റെ വിളയാട്ടം അവസാനിപ്പിക്കാൻ നരകത്തെ പൂട്ടി സൂക്ഷിക്കണം. ഇന്നാള് ഞാൻ മലബാറിലൊരു പള്ളിയിൽ വിസീത്തയ്ക്ക് പോയപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട നായിക്കാംപറമ്പിൽ അച്ഛൻ ആ പള്ളി വെച്ച് എന്നെ കണ്ടു. അച്ഛൻ്റെ ഒരു ബന്ധു അവിടെയുണ്ട്. അപ്പോൾ ഈ അച്ഛൻ എന്നോട് പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഈ നായിക്കാംപറമ്പിൽ അച്ഛൻ എന്നോട് പറഞ്ഞു, പിതാവ് ഇങ്ങനെ വരും. ആ പ്രദേശത്ത് മുഴുവൻ ഈ കാട്ടുപന്നികളുടെ എല്ലാം കൂത്താട്ടമാണ്. മനുഷ്യൻ്റെ കപ്പ നട്ടതെല്ലാം നശിപ്പിച്ച് കളയുന്നു, സർവ്വതും നശിപ്പിക്കുന്നു. കാട്ടാനകൾ ഇറങ്ങി കവുങ്ങൊക്കെ ചുവടെ പിഴുതു തിന്നുന്നു. ഇങ്ങനെ മനുഷ്യർക്ക് ജീവിക്കാൻ മേലാത്ത കാട്ടുമൃഗ ശല്യമാണ്. അപ്പോൾ ഈ നായിക്കാംപറമ്പിൽ അച്ഛൻ എന്നോട് പറഞ്ഞു, പിതാവ് ഈ വിസീത്തയ്ക്ക് വരുമ്പോൾ ഈ പള്ളിമുറ്റത്ത് നിന്ന് 4 ദിക്കിലേക്ക് നോക്കി ആശീർവദിക്കണം. തിരുവചനം പറഞ്ഞ് ആശീർവദിക്കണം. കാട്ടുമൃഗങ്ങളെ, കർത്താവായ ഈശോ എനിക്ക് തന്ന ശ്ലൈഹിക അധികാരത്താൽ നിങ്ങളെ ഞാൻ ബന്ധിക്കുന്നു. ഇനിമേൽ ഈ പ്രദേശത്ത് കടന്നു പോകരുത് എന്ന് പറഞ്ഞ് ആശീർവദിക്കണമെന്ന്. ഞാൻ പറഞ്ഞ പന്നി കേൾക്കുമോ അച്ഛാ? അച്ഛനോട് പറഞ്ഞു, പിതാവിന് അതിനുള്ള അധികാരം ദൈവം തന്നു, അത് ഉപയോഗിക്കണം. അതിനാണ് പിതാവിനെ പിതാവാക്കി വെച്ചേക്കുന്ന ദൈവം. അതെനിക്കൊരു വലിയ തിരിച്ചറിവായിരുന്നു. അത് സത്യമാണ്. അതായത് ദൈവം എന്തിനാണ് വൈദികരെ നിയോഗിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, തൻ്റെ മക്കളുടെ മേൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ, ദുഃഖങ്ങൾ വരുത്തുന്ന സാത്താനെ ബന്ധിക്കാൻ ദൈവം പുരോഹിതനെ നിയോഗിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പിശാച് ഈ ഭൂമിയിൽ ഭയപ്പെടുന്ന, വെറുക്കുന്ന, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരായിരിക്കും? പുരോഹിതരായിരിക്കും. കാരണം അവൻ്റെ വർഗശത്രു ആരാണ്? പുരോഹിതനാണ്. കാരണം പുരോഹിതൻ അവനോട് ഇറങ്ങടാ വെളിയിൽ എന്ന് പറഞ്ഞാൽ അവൻ ഇറങ്ങിയേ പറ്റൂ. ഈ ഭൂമിയിൽ ദൈവമാധികാരം കൊടുത്തത് പുരോഹിതൻ്റെ പക്കലാണ്. അതിന് പകരം വൈദികര് വിശുദ്ധരായി ജീവിക്കുമ്പോൾ അവന് പിശാചിനെ ബന്ധിക്കാനുള്ള അധികാരമുണ്ട്. പിശാചിനെ അവൻ ബന്ധിക്കും, അത് സത്യമാണ്. ബന്ധിച്ചാൽ അവൻ ബന്ധിക്കപ്പെട്ടിരിക്കും. ഈശോ പറഞ്ഞില്ലേ, നീ ഭൂമിയിൽ ബന്ധിക്കുന്നത് എവിടെ ബന്ധിക്കപ്പെടും? സ്വർഗത്തിലും ബന്ധിക്കപ്പെടും. അതായത് പിശാചെ നിന്നെ ഞാൻ ബന്ധിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വർഗം അവനെ ബന്ധിച്ചു എന്നതിൻ്റെ അർത്ഥം. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ ആത്യന്തികമായി തുടർന്ന് ഈശോ പറയുന്ന 2 വചനങ്ങളും നമ്മെ നയിക്കുന്നത് എങ്ങോട്ടേക്കാണ്? പരിശുദ്ധ കൂദാശകളിലേക്കാണ്. കൂദാശകളുടെ പൂർണ്ണത എന്ന് പറയുന്നത് പൗരോഹിത്യമാണ് എന്ന് വിശുദ്ധ തെർത്തുല്യൻ പറയും. തെർത്തുല്യന് വിശുദ്ധ പദവി കൊടുത്തിട്ടില്ല, എങ്കിലും ഒരു വലിയ സഭാപിതാവ്. തെർത്തുല്യൻ പറയുന്നത് കൂദാശകളുടെ കൂദാശ അത് പൗരോഹിത്യമാണ്. അതേ ഒരു പുരോഹിതനായിരുന്നില്ല. അതേ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ അതേ അത് വിശദീകരിക്കുന്നു. നമ്മൾ സാധാരണ കൂദാശകളുടെ കൂദാശ എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത്? വിശുദ്ധ കുർബാനയാണ്.
തെർത്തുല്യൻ നേരെ തിരിച്ചു പറയും. എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, അദ്ദേഹം പറയുന്നു പൗരോഹിത്യത്തിലൂടെയാണ് മറ്റെല്ലാ കൂദാശകളും സംഭവിക്കുന്നത്. മാമോദീസ മുതൽ എല്ലാ കൂദാശകളും സംഭവിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ അഭിഷേകമുള്ള പരിശുദ്ധാത്മാവിനെ പ്രദാനം ചെയ്യാൻ ക്രിസ്തു നിയോഗിച്ച പുരോഹിതൻ പൗരോഹിത്യം ഉണ്ടാവേണ്ടതുണ്ട്. ആ പൗരോഹിത്യത്തിലൂടെയാണ് മറ്റെല്ലാ കൂദാശകളും സംഭവിക്കുന്നത് എന്നതിനാൽ പ്രിയപ്പെട്ടവരെ, അത് പ്രധാനപ്പെട്ടതാണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നതിൽ അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൗരോഹിത്യത്തെ താറടിക്കാൻ, ഇല്ലായ്മ ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമം ഇന്ന് സഭയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കൂദാശകളെ അധിക്ഷേപിക്കാനുള്ള ശ്രമം നടക്കുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഈ പരിശുദ്ധ കൂദാശകൾ, പരിശുദ്ധമായ ഈ കൂദാശ ഏതെങ്കിലും വ്യക്തി നിങ്ങളോട് തിന്മയ്ക്കായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ട് എങ്കിൽ തീർച്ചയായും അത് ഗൗരവമുള്ള വിഷയം തന്നെ. തിരുസഭ ഇന്നേ വരെയും, ഇനി ഞാൻ ഈ പറയുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം, തിരുസഭ ഇന്നേ വരെയും ഏതെങ്കിലും അച്ഛൻ്റെയോ മെത്രാൻ്റെയോ കന്യാസ്ത്രീ അമ്മയുടെയോ തെറ്റിനെ ന്യായീകരിക്കാൻ ഒരു വിശ്വാസിയോടും ആവശ്യപ്പെട്ടിട്ടില്ല, ആവശ്യപ്പെടുകയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുസഭ ഈ ലോകത്തിൽ തിന്മയെ തിന്മയെന്ന് വിളിക്കാൻ നമ്മെ പഠിപ്പിച്ചത് ഈ ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ ഈ സഭ തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോകം പറയുന്ന വിൺവാക്കുകൾ കേട്ട് നിങ്ങൾ തിരുസഭയെ അവിശ്വസിക്കരുത്. ഈ സഭയാണ് ഈ ലോകത്ത് നന്മയും തിന്മയും തിരിച്ചറിയേണ്ടത് എങ്ങനെയെന്ന് നമ്മെ പഠിപ്പിച്ചത്. ആ സഭയെ തന്നെ തിന്മയുടെ കൂടാരമാക്കി മാറ്റാൻ വ്യഗ്രതപ്പെടുമ്പോൾ വിശ്വാസികൾ ഇടറാൻ പാടില്ല, പതറാൻ പാടില്ല. ഞാൻ പാസ്റ്റർ വിസിറ്റിന് പോകുമ്പോൾ രാവിലെ കുമ്പസാരക്കൂട്ടിലിരിക്കാറുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് കുമ്പസാരക്കൂട്ടിൽ ഭയങ്കര തിരക്ക്. ഞാൻ ഈ അമ്മച്ചിമാരോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ ഈ തിരക്ക് കൂട്ടുന്ന ഇന്ന് തന്നെ എല്ലാവർക്കും കുമ്പസാരിക്കണമെന്ന് വാശിയുണ്ട്. അപ്പോൾ ഒരു അമ്മച്ചി പറഞ്ഞു, എൻ്റെ പിതാവേ, ഈ അടുത്ത കാലത്ത് ഏതോ ചേടത്തി പറയുന്ന കേട്ടു കുമ്പസാരമൊക്കെ നിർത്താൻ പോവുകയാണെന്ന്. ഇത് ഉടനെ നിർത്തുമോ എന്ന് പേടിച്ച് ഞങ്ങളെ തിരക്ക് കൂട്ടുന്നതെന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കൂദാശകൾ സഭയുടെ കരുത്താണ്. ഇത് നമുക്ക് മനസ്സിലാകുന്നതിനേക്കാൾ ഉപരിയായി മനസ്സിലായിട്ടുള്ളത് സഭയുടെ നാശം ആഗ്രഹിക്കുന്നവർക്കാണ്. കാരണം പിശാചി ഭൂമിയിൽ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന പൈശാചിക സാമ്രാജ്യത്തെ തകർക്കുന്നത് ഈ കുമ്പസാരം എന്ന കൂദാശയം. കാരണം അവൻ ഒരുത്തനെ വളരെ കഷ്ടപ്പെട്ട് കുടുക്കിട്ട് പിടിച്ചുകൊണ്ട് വന്ന് മദ്യം കുടിപ്പിച്ച് മയക്കുമരുന്നിന് അടിമയാക്കി സകലവിധ തിന്മകളിലും ആവേശത്തോടെ മുക്കി ഒരുത്തനെ കൊണ്ടുപോയാൽ അവൻ എന്നെങ്കിലും ഈ കുമ്പസാരക്കൂടിൻ്റെ ബത്സൈദ കുളത്തിൽ ചെന്ന് ഒന്ന് മുങ്ങി നുവർന്നാൽ അവിടെ അത്ഭുതം സംഭവിക്കും. പിശാച് അതുവരെയും അവനിൽ നടത്തിയ സർവ നിക്ഷേപവും പാഴായി പോകും എന്ന് നിങ്ങൾക്കറിയാം. മനസ്സിലാവും? അതുകൊണ്ട് സാത്താൻ ഏറ്റവും വെറുക്കുന്ന കൂദാശ ഏതാണ്? കുമ്പസാരം എന്ന കൂദാശ. കാരണം ഈ കൂദാശയാണ് പിശാചിൻ്റെ സൈന്യങ്ങളുടെ നാളിതുവരെയുള്ള സർവ പ്രവർത്തനങ്ങളെയും നിർവീര്യമാക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഈ പൈശാചിക പ്രവൃത്തി പ്രിയപ്പെട്ടവരെ കൂദാശകളിൽ നിന്ന് നമ്മളെ അകറ്റുക. നിങ്ങൾ മാതാപിതാക്കന്മാരെ ഇതൊന്നും സ്വാധീനിക്കുകയെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് കണ്ടു വളരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരെ സ്വാധീനിക്കൂ. കുമ്പസാരിക്കാനുള്ള താല്പര്യം കുറവ് അവരിൽ ജനിപ്പിക്കാൻ കഴിഞ്ഞാൽ പിശാച് വിജയിച്ചു, ഇല്ലേ?
അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഈശോ ആദ്യം പറഞ്ഞത് എന്താണ്? കൂദാശകളിലേക്ക്, അതുവഴി പരിശുദ്ധാത്മാവിലേക്ക്, അത് നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ ഞാൻ നിയോഗിച്ച എൻ്റെ സേവകരായ പൗരോഹിത്യത്തിലേക്ക് നിങ്ങൾ വിശ്വസിക്കണം എന്നതാണ് ഈശോ. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവനെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞ ആദ്യത്തെ സത്യം ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് വരുമ്പോൾ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ തിരിച്ചറിയണം, നമ്മെ ഇല്ലായ്മ ചെയ്യാൻ, തിരുസഭയെ തകർക്കാൻ പിശാച് ആരെയെല്ലാം പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത് നാം ഗൗരവബുദ്ധിയാ മനസ്സിലാക്കേണ്ട സത്യമാണ്. അതുകൊണ്ട് ഇതൊന്നും കേട്ട് ആരും ഭയപ്പെടേണ്ടതില്ല. കാരണം നാരകീയ ശക്തികൾ തിരുസഭയെ വിജയിക്കാൻ ഒരു നാളും പര്യാപ്തമല്ല എന്ന തിരുവചനം നമുക്ക് ധൈര്യം പകരും. പക്ഷെ ആ വചനത്തിന് വേറൊരു വശമുണ്ട്. ഏതാണ്? പിശാചിന് സഭയെ തോൽപ്പിക്കാൻ പറ്റിയല്ല, പക്ഷേ നമുക്ക് സഭയെ തോൽപ്പിക്കാൻ പറ്റും. മനസ്സിലായോ? പിശാചിന് തോൽപ്പിക്കാൻ പറ്റിയല്ല, തിരുസഭയെ തോൽപ്പിക്കാൻ ആർക്കേ പറ്റുള്ളൂ? തിരുസഭയുടെ മക്കൾക്ക് മാത്രമേ ഈ തിരുസഭയിൽ അസ്വസ്ഥതയുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന സത്യം പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയുക. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. സഭയ്ക്കെതിരായിട്ട് ഏറ്റവും അധികം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സഭയുടെ മക്കളിലൂടെ തന്നെ ആ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പിശാചിന് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ഭയപ്പെടണം. ഞാൻ ഉച്ചകഴിഞ്ഞ് ആ ഒരു സത്യത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയുക. അവൻ പറയുന്നത് പോലെ ചെയ്യാൻ ഈശോ പറയുമ്പോൾ, അതായത് കാനായിലെ ഭവനം തിരുസഭയാണ് എന്നും അവിടെ കൂദാശകളിലേക്കും പരിശുദ്ധാത്മാവിലേക്കും പൗരോഹിത്യത്തിലേക്കും നിങ്ങൾ ശ്രദ്ധ തിരിക്കണം എന്ന് ഈശോ പഠിപ്പിക്കുന്നു. ഈശോ അപ്രകാരം വെള്ളം വീഞ്ഞാക്കിയപ്പോൾ അവിടുന്ന് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ മഹത്വം വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ഈശോ ആര് എന്ന സത്യം ഗ്രഹിക്കുന്നതാണ് ഈശോയുടെ മഹത്വം വെളിപ്പെടുത്തൽ. ആ മഹത്വം ഈശോ വെളിപ്പെടുത്തുന്നത് തിരുസഭയിലാണ്, കൂദാശകളിലാണ്, പരിശുദ്ധാത്മാഭിഷേകത്തിലാണ്. അവിടുന്ന് തൻ്റെ ശുശ്രൂഷകരും ദാസരുമായ പുരോഹിതരിലൂടെയാണ് അവിടുന്ന് ആ മഹത്വം വെളിപ്പെടുത്തുമ്പോൾ ആ മഹത്വത്തെ തിരിച്ചറിയാനും വിശ്വസിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനുള്ള തടസ്സങ്ങൾ സമകാലിക മേഖലകളിൽ അതുയർത്തുന്ന വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ, പ്രിയപ്പെട്ടവരെ, നാം പ്രാവുകളെ പോലെ നിഷ്കളങ്കരായാൽ മാത്രം പോരാ എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറിച്ച് സർപ്പത്തെ പോലെ വിവേകിയുമാകേണ്ടതുണ്ട്. സർപ്പത്തെ പോലെയുള്ള വിവേകം നമുക്ക് ആവശ്യമുണ്ട് എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചു. കാരണം നമ്മിലെ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്ത് നമ്മിലെ വിശ്വാസത്തിൻ്റെ പൈതൃകങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കുന്ന സംഘാത ശക്തികളുണ്ട്. അപ്പോൾ ഈശോയിലൂടെ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുകയാണ്, ഈശോ പറയുന്നത് പോലെ ചെയ്യണം. ഈശോ പറയുന്നത് പോലെ ചെയ്യണം. ഈശോ പറയുന്നത് ഏതൊക്കെ? തിരുവചനം, പരിശുദ്ധ കൂദാശകൾ, തിരുസഭ, പൗരോഹിത്യം, തിരുവചനം. ഈ സത്യങ്ങളാണ് ഈശോയുടെ പ്രബോധനത്തിൻ്റെ ഉള്ളടക്കം എന്ന് നാം തിരിച്ചറിയണം.